कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे. ഇന്ന് രാവിലെ തന്നെ തേജു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുറ്റം തൂക്കാനാണ്. ഇന്ന് അവനാണ് മുറ്റം തൂത്ത് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ മെനഞ്ഞാന്നത്തെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, അവിടെ എല്ലാം ഞാൻ തൂത്ത് വൃത്തിയാക്കി. നമ്മൾ ചെടിച്ചട്ടിയൊക്കെ കുറേ വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇവന്മാർ കുറേ ആ ക്രിസ്മസ് ട്രീ ഇല്ലേ, അതിൻ്റെ കുറേ ചില്ലകളൊക്കെ വെട്ടി. വേറൊന്നും കൊണ്ടല്ല, തുളസിക്കും തുളസി തറയ്ക്കും അവിടെ നിൽക്കുന്ന കുറേ ചെടിച്ചട്ടികളൊക്കെ വെച്ചെന്ന് പറയില്ല. അപ്പോൾ അതിനൊന്നും വെയിൽ കിട്ടുന്നില്ല. അപ്പോൾ അവന്മാർ ഇന്നലെ പന്തലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറേ അതിൻ്റെ ഇലകളും ചില്ലകളൊക്കെ വെട്ടി തന്നു. അപ്പോൾ അതിൻ്റെ ചവറുകളൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ തൂക്കണ്ട, ഞങ്ങൾ തൂത്ത് വാരി തന്നോളാന്ന്. അങ്ങനെ അത് തേജുവിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ട് ചെന്ന് തീയൊക്കെ കത്തിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വിറകൊക്കെ ഒടിക്കാൻ പോകണം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നിറച്ചും വിറകുകളാണ്. എനിക്ക് ഒടിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വിറകൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ കൊണ്ടുവരും കേട്ടോ. വലിയ വിറകൊന്നും ഞാൻ എടുക്കത്തില്ല, എനിക്ക് അതൊന്നും കീറാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പറ്റാത്ത ജോലിക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ ചുള്ളിക്കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാലൊക്കെ വെച്ച് ചവിട്ടിയാണ് ഒടിച്ച് മടക്കി അതിനെ ഞാൻ നിരത്തി അങ്ങോട്ടിട്ട്, എന്നിട്ട് കുറച്ചെടുത്ത് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കേട്ടോ. ചോറൊക്കെ ഊറ്റിയതിന് ശേഷം അടുപ്പിൻ്റെ മുകളിൽ വെച്ച് തീയുടെ ചൂടുകൊണ്ട് ഉണങ്ങും. അപ്പോൾ ചേട്ടനും തേജും അയ്യത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറേ തേങ്ങയൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് തഴുതാമയുടെ ഇല കിട്ടി കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിലല്ലേ അതൊക്കെ നമ്മൾ കഴിക്കേണ്ടത്, എങ്കിലും ഞാൻ അതിനു മുമ്പ് കുറച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ തോരൻ വെച്ച്. പിന്നെ ശീമച്ചക്ക ഉണ്ടായിരുന്നു. ശീമച്ചക്ക അവന്മാർ ഇന്നലെ പന്തലിടാൻ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നേ കേട്ടോ. 2-3 കൊണ്ടുവന്നേ. ഇവിടെ ഒരെണ്ണത്തിന് 80 രൂപയാണ് ശീമച്ചക്കയ്ക്ക്. അപ്പോൾ ഞാൻ വില കൊടുത്തൊന്നും വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറിയും വെച്ച്, പിന്നെ പഴുത്ത മാങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കുരുമുളകും വറ്റൽമുളകും അല്ലെങ്കിൽ പച്ചമുളകും ഇട്ട് കടുവറുത്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഊണിന് കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിറകൊക്കെ ഒന്ന് അടുപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ പാതകമില്ലേ, തട്ട് പോലത്തെ സാധനം, പാതകം എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല, തട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് കുറേ ഈ ഉണങ്ങിയ വിറകെല്ലാം കൂടെ എടുത്ത് വെച്ച്. അപ്പോൾ എപ്പോഴും രാവിലെ വെളിയിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ നിന്നാകുമ്പോൾ എടുത്ത് വെക്കാം. പിന്നെ കുറേ തൊണ്ടും കുറേ ചിരട്ടയും പിന്നെ കുറേ പേപ്പർ കഷ്ണങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എളുപ്പം കത്തിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഒന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒന്ന് പോയി കിടന്നായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ട്യൂഷൻ പിള്ളേരൊക്കെ വന്നായിരുന്നു. 5 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുന്നത് കേട്ടോ. 7:45 8 മണി വരെയൊക്കെ ചിലപ്പം കാണും, ചിലപ്പോൾ 7 മണി വരെയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേക്ക് കറണ്ട് പോയി. പിന്നെ മുറ്റത്ത് പാവിരിച്ചിട്ട് എല്ലാ പിള്ളേരും കൂടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് ഇതേപോലെ റോമൻ നമ്പേഴ്സ് ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഒട്ടിച്ച് കൊണ്ടുവരണമെന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്താണ് തരുന്നത് കേട്ടോ. ഞാനും അല്ലെങ്കിൽ നവനീതുമാണ് പടങ്ങളൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും തീപ്പെട്ടിക്കൊള്ളിയൊക്കെ കത്രിക കൊണ്ട് പകുതി ആക്കി എടുത്തിട്ട് പിന്നെ വരയൊക്കെ ഇട്ട് നമ്മൾ എല്ലാം ശരിയാക്കി കൊടുത്തേട്ടോ. പിന്നെ ഒട്ടിച്ച് കൊടുത്തതേ ഉള്ളൂ, ഉണക്കിയൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് ഫാൻ്റെ കീഴിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി, നാളെ വരാം.